ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമായതോടെ ഇന്ത്യയെ അമേരിക്ക പ്രധാന സഖ്യരാജ്യമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പരസ്പര തീരുവകളിൽ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയിരുന്നു. സ്റ്റിക്കി ഇഷ്യൂസ് എന്നറിയപ്പെട്ടിരുന്ന വിഷയങ്ങളിൽ പലതിലും ഒത്തുതീർപ്പുമുണ്ടായി. അമേരിക്ക, UK, യൂറോപ്യൻ യൂണിയൻ എന്നിവരുമായി വ്യാപാര കരാറുകൾ ഒപ്പുവെച്ചതോടെ ആഗോള വ്യാപാര മേഖലയിൽ ഇന്ത്യക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് മുൻതൂക്കം ലഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ അമേരിക്ക കരാറിൽ ധാരണയായതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയത്. ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപാണ് ഈ കാര്യം ആദ്യം അറിയിക്കുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള താരിഫ് 25% നിന്നും 18% കുറയ്ക്കുമെന്നും വെനസ്വേലയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉറ്റ സുഹൃത്ത് എന്നും രാജ്യത്തെ ശക്തനായ നേതാവ് എന്നുമാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. കൂടാതെ വെനസ്വേലയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് വഴി റഷ്യ ഉക്രൈൻ യുദ്ധം ഉടനെ അവസാനിക്കുമെന്നും ട്രംപ് അവകാശപ്പെടുന്നു. താരിഫ് കുറക്കുമെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ പേരിൽ പ്രസിഡന്റ് ട്രംപിന് നന്ദി പറയുന്നു എന്നുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത്. ലോകത്തെ രണ്ട് വലിയ സമ്പദ് വ്യവസ്ഥകൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നത് രണ്ട് രാജ്യങ്ങളിലെ ജനങ്ങൾക്കൊട്ടേറെ ഗുണം ചെയ്യുമെന്നും മോദി പറയുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃപാടവം ലോക സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും ഗുണകരമാവും. ട്രംപിന്റെ പ്രഖ്യാപനത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നും മോദി എക്സിലൂടെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ പ്രഖ്യാപനത്തിൽ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് CPM നേതാവും രാജ്യസഭ MPയുമായ ഡോക്ടർ ജോൺ ബ്രിട്ടാസ്. ഇന്ത്യക്കാരെ ഇരുട്ടിൽ നിർത്തിയാണ് ട്രംപ് കരാർ പ്രഖ്യാപനം നടത്തിയതെന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ട്രംപ് അല്ല എന്ന കാര്യമെങ്കിലും ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും ബ്രിട്ടാസ് പറയുന്നു. കരാർ പ്രകാരം ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ അമേരിക്കയ്ക്ക് നൽകേണ്ടി വരുമെന്നും അമേരിക്കയുടെ താളത്തിനൊത്ത് തുള്ളുകയാണ് മോദിയെന്നും ബ്രിട്ടാസ് കുറ്റപ്പെടുത്തുന്നു. രാത്രി വൈകി കരാർ പ്രഖ്യാപിച്ചതിനെയും ബ്രിട്ടാസ് വിമർശിക്കുന്നുണ്ട്. മന്ത്രിമാർ രാത്രി വിവരം പങ്കുവച്ചത് അപമാനകരമാണ്. ഉറങ്ങാതെ കാത്തുകെട്ടിയതിനു ശേഷം പ്രധാനമന്ത്രി 11 മണിക്ക് ശേഷമാണ് ട്രംപിന് മറുപടി നൽകിയത്. കോടാനുകൂടി വരുന്ന ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണത്. ട്രംപ് നൽകിയ വിവരപ്രകാരം കരാറിൽ അമേരിക്കയ്ക്കാണ് മേൽക്കൈ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങിപ്പിക്കാനുള്ള സമ്മർദ്ദ തന്ത്രമായിരുന്നു ട്രംപ് നടപ്പാക്കിയ താരിഫ് വർധന എന്നും ഈ തന്ത്രത്തെ അതിജീവിച്ച രാജ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്നും ബ്രിട്ടാസ് പറയുന്നു. നരേന്ദ്രമോദിക്ക് ഡൊണാൾഡ് ട്രംപിനെ പേടിയാണെന്നും ബ്രിട്ടാസ് പരിഹസിച്ചു. ഇസ്രായേലിൽ പോയി എപ്സ്റ്റീന്റെയും ട്രംപിന്റെയും താളത്തിനൊത്ത് മോദി നൃത്തം ചെയ്തു. ഇന്ത്യയുടെ താൽപര്യങ്ങളെ മോദി അടിയറവ് വെക്കുകയാണെന്നും ബ്രിട്ടാസ് പറഞ്ഞു. നേരത്തെ കേന്ദ്ര ബജറ്റിനെയും ബ്രിട്ടാസ് രൂക്ഷമായി വിമർശിച്ചിരുന്നു. കേരളത്തിന്റെ ഒരാവശ്യത്തോടും അനുഭാവപൂർവ്വമായ പരിഗണന നൽകാത്ത നിരാശാജനകമായ ബജറ്റാണ് അവതരിപ്പിച്ചത്. 29 സുപ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ നിർമ്മല സീതാരാമനെ കാണുകയും സമഗ്രമായി ചർച്ചകൾ നടത്തുകയും നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ സംസ്ഥാനത്തിന് യാതൊരു പരിഗണനയും ലഭിച്ചില്ലെന്ന് ബ്രിട്ടാസ് ഡൽഹിയിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. നമ്മുടെ പ്രതീക്ഷ ഇനി ആമയുടെ മുകളിലാണെന്നും കേരളം ആമയെപ്പോലെ ആകണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നതെന്നും കടലാമ സംരക്ഷണ കേന്ദ്രം അനുവദിച്ചതിനെ പരിഹസിച്ചുകൊണ്ട് ബ്രിട്ടാസ് പറഞ്ഞു. കേരളത്തെ ഞെരിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കേരളത്തോടും മലയാളികളോടും ഇവർക്ക് എല്ലാ കാലത്തും ഇതേ സമീപനമാണ്. ഇവരുടെ വർഗീയ ധ്രുവീകരണത്തിന് കരുക്കളാക്കാൻ മലയാളികൾ തയ്യാറാകാത്തതിന്റെ ചുരുക്ക് അവർക്ക് നല്ല രീതിയിലുണ്ട്. അത് അവസരം കിട്ടുമ്പോഴൊക്കെ അവർ കേരളത്തിന്റെ മേൽ തീർക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു.